ക്യാമറ ഒഴികെയുള്ള എല്ലാ മേഖലകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത ബഹുമുഖ പ്രതിഭയായ താങ്കൾക്ക് ഇതിന് മാത്രം എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണുള്ളത്? ഞാൻ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് ആയിരുന്നു. ഡിഗ്രി ഇംഗ്ലീഷ് മേന്, MA ഹിന്ദി, റിസർച്ച് ജസ്റ്റ് അതിൻ്റെ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഹിന്ദിയിൽ. പിന്നെ MSc സൈക്കോളജി, പിന്നെ LLB, ടൈപ്പ് റൈറ്റിംഗ്, സ്റ്റെനോഗ്രാഫി, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, വെബ് ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, പിന്നെ ഡിപ്ലോമ ഇൻ ജർമ്മൻ ലാംഗ്വേജ്. പലപ്പോഴും പഠിക്കുന്ന സമയത്ത് തന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷൻ കോഴ്സ്, ഡിപ്ലോമ ഇൻ അസ്ട്രോളജി. പഠിക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ 3-4 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തിരുന്നു. പിന്നെ സംഗീതത്തിലാണെങ്കിൽ പുല്ലാങ്കുഴലാണ് നമ്മളുടെ ഫേവറേറ്റ്. ഓക്കെ. സാറിനപ്പോൾ ഈ സൈക്കോളജി സാറിൻ്റെ ഗാനരംഗങ്ങളിൽ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഗാനരംഗം എന്ന് മാത്രമല്ല, മൊത്തമായി ഞാൻ സൈക്കോളജിയെ പരമാവധി ഉപയോഗിച്ചെന്നുള്ളതാണ് സത്യം. അതായത് സൈക്കോളജിയിൽ വരുന്ന ഒരു വിങ്ങാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ദാറ്റ് ഈസ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് മറ്റുള്ളവർ വാങ്ങണമെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുടെ പല മെത്തേഡ്സ്. അതിൻ്റെ ഒരു സൈഡാണ് നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയാണ്. അപ്പോൾ എന്നെത്തോളം നമ്മുടെ കയ്യിൽ അധികം അഡ്വർടൈസ്മെന്റ് ആയിട്ട് നല്ലൊരു പൈസ പാട്ടുമായിരുന്നു. പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെയുള്ള നമ്മുടെ ആളുടെ കയ്യെടുക്കുക എന്നത് ഒറ്റ ഐഡിയ മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലിറിക്സിൻ്റെ സമയത്തെ ഓരോ ഒറ്റയടിക്കാനും ജനങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് അവരെ കയ്യിലെടുക്കാൻ സാധിക്കണം. ആ രീതിയിലുള്ള സോങ്സ് അതിൽ ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡാണ് പരമാവധി സാഹിത്യം കുറയ്ക്കുക എന്നുള്ളൊരു തിയറിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പരമാവധി സാഹിത്യം കുറച്ചു ആളുകൾക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ കുട്ടികൾക്ക് പോലും എൻ്റെ ഏത് സോങ് പെട്ടെന്ന് ബൈഹാർട്ടാക്കാനും ചെറിയ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഞാൻ കണ്ടൊരു ഗുണം. അതേപോലെ തന്നെ വെരി ഫസ്റ്റ് ലൈൻ തന്നെ ആളുകളെ പെട്ടെന്ന് കയറ്റിക്കും. അപ്പോൾ രാത്രി ശിവരാത്രി, ഇനി എന്നും ശിവരാത്രി, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒറ്റ ഇതിൽ തന്നെ ആളുകളെ എത്തിക്കാം. അതേപോലെ തന്നെ ഒരു മമ്മ മായാവി പാട്ടിലൊക്കെ വന്ന ഒരു 2 ലൈൻസ്, സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റ് എല്ലാ ദിവസവും ഹോളിഡേ എന്നുള്ളൊരു ലൈന്, അതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ എത്രയോ പേര് എന്നോട് പലരും പറയണ്ടേ, സന്തോഷ് സാർ ഇത് ശരിക്കും എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഞായറാഴ്ച മാത്രം വർക്കിംഗ് ഡേ ആവുകയും ബാക്കിയുള്ള ദിവസമൊക്കെ ഹോളിഡേ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ സാറിൻ്റെ ഈ മമ്മ മായാവി ഞാൻ ഇടയ്ക്ക് കേൾക്കും. ആ ലൈനെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നും. അതൊക്കെ വരും. അപ്പം ഞാൻ ആലോചിക്കുന്നു നമ്മുടെ സൈക്കോളജി തീർച്ചയായിട്ടും കൃഷ്ണ കൃഷ്ണ കുഞ്ഞി കൃഷ്ണ ബാലനല്ലേ നിരാധേ കൃഷ്ണ. പിന്നെ സൈക്കോളജി വേറൊരു കാര്യം ഞാൻ കാണിച്ചാൽ വെറൈറ്റിയാണ്. ഇപ്പോൾ കൃഷ്ണനും രാധയും, ആളുകൾ വിചാരിക്കും നായകൻ്റെ പേര് കൃഷ്ണൻ, നായികയുടെ പേര് രാധ. അവിടെ ട്വിസ്റ്റാണ്. നായകൻ്റെ പേര് കൃഷ്ണനെ അല്ല, നായകൻ്റെ പേര് ജോണെന്ന്. അപ്പോൾ ഈ ജോൺ എങ്ങനെ കൃഷ്ണൻ എന്നുള്ള പേര് സ്വീകരിക്കേണ്ടി വരുന്നു, ആ സൈഡ്. അങ്ങനെ അവിടെ തുടങ്ങി ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾ. ഇതിൽ പലരും എന്നോട് ചോദിക്കേണ്ടായി, ഇതിൽ രാത്രി ശിവരാത്രിയിൽ അഭിനയിച്ച കുട്ടിയാണോ രാധ, അല്ല സ്നേഹ സംഗീതത്തിൽ വരുന്ന കുട്ടിയാണോ രാധ, അംഗനവാടി ടീച്ചറാണോ രാധ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതിൽ ഈ രാധയായിട്ട് വരുന്ന ആരും പോലും പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതേപോലെ തന്നെ പലരും ചോദിക്കേണ്ട ഈ സിനിമ ഏത് ഗണത്തിൽപ്പെടുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് കേരളത്തിലെ ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ കൃഷ്ണൻ രാധ എന്ത് സബ്ജക്റ്റാണ് പറയുന്നത് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെയും എൻ്റെ സൈക്കോളജി ഗുണം ചെയ്യുന്നു. കാരണം ഓരോ ആംഗിളിലൂടെ ആളുകൾക്ക് പലതായിട്ട് തോന്നും. അപ്പോൾ കുറേ പാട്ട് വന്നപ്പോൾ ഫസ്റ്റ് കൃഷ്ണൻ രാജ കിട്ടുമ്പോൾ ചെല്ലിട്ട് വെച്ചിട്ട് എന്താ പുരാണമാണ്. അപ്പോൾ അത് പിന്നെ ഭക്തിയാണോ പുരാണമാണോ അങ്ങനെ രാത്രി കണ്ടപ്പോൾ ആളുകൾ ഒന്നുകൂടെ മാറ്റി ചോദിച്ചു ഏത് തരം സിനിമയാണോ ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇമേജ് ഒന്നുകൂടെ മാറി. പിന്നെ അതിലുള്ള സ്കിൽസ് എല്ലാം പല ആക്ഷൻ സിനിമയാണോ ആളുകൾ വീണ്ടും കൺഫ്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ അതിൽ ഓരോ ഇത് വരുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല എന്താണ് വരുന്നത്. ഞാൻ പറയുന്നത് എല്ലാം അടങ്ങുന്ന ഒരു സിനിമയാണ്. സാറിൻ്റെ ഒരു ഗാനമായ ദേഹിയില്ല ദേഹിക്കുന്ന ദാഹമില്ല, MG ശ്രീകുമാർ പാടിയത്, അതിന്റെ ഒരു അർത്ഥം എന്താണ്? പല അത് സംശയമുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും എന്നെയും പലരും വിളിച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതൊരു ക്ലാസ് ലൈനാണ്. പക്ഷെ അതിന്റെ അർത്ഥമാണ്. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഞാനൊരു കവിയൊന്നും അല്ല. അപ്പൊ നമ്മൾ ഉള്ള അറിവൊക്കെ വെച്ചിട്ട് 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ച ഞാനൊക്കെ മുൻപേ കേട്ടിരുന്ന കവിതകളുടെ ആ ഒരു അർത്ഥം വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വരികളാണ്. തീർച്ചയായിട്ടും ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ ഒരു ഒറിജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വീട്ടിൽ ഹിന്ദി ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യുന്നു, മലയാളം പുറമേ എല്ലാവരോടും യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ ഈ ടാർ വർക്കും ഈ ബ്രിഡ്ജ് വർക്കൊക്കെ ചെയ്യുന്നതിനിടയിലാണ്
ഈ ടാർ വർക്കും ഈ ബ്രിഡ്ജ് വർക്കും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ഈ പാട്ടൊക്കെ എഴുതിയിരുന്നത്. അപ്പൊ എനിക്ക് അവിടെ വേണ്ടിയിരുന്നത് ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് കാര്യമില്ല. ബാക്കിയൊക്കെ ലൈൻസ് എഴുതി സുഗന്ധമില്ലാതെ അല്ലാതെ അതായിരുന്നു വേണ്ടത് അർത്ഥം. പാട്ട് കംപ്ലീറ്റ് പക്ഷെ ഫസ്റ്റ് ലൈൻ ഇല്ല. അത് ഇങ്ങനെ എഴുതാൻ അതൊരു സുഖമില്ലല്ലോ. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഈ വേദങ്ങൾ പഠിക്കണം, വേദങ്ങൾ, ഭഗവത്ഗീത, സംസ്കൃതമൊക്കെ പഠിക്കണം. അപ്പൊ ആ പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. ദഹ്യതേ ഇതി ദേഹം, ദേഹം എന്നുള്ള വാക്കിന്റെ സാൻസ്ക്രിറ്റ് ദഹ്യതേ ഇതി ദേഹം. ദഹിക്കുന്നത് എന്താണോ അതിന് ദേഹം എന്ന് പറയുന്നു. ശീര്യതേ ഇതി ശരീരം, നശിക്കുന്നത് എന്താണോ അതിന് ശരീരം എന്ന് പറയുന്നു. ദേഹി എന്നുള്ള വാക്കിന്റെ അർത്ഥം ആത്മാവ്. ഇതാണ്. അപ്പൊ ഞാൻ അത്ര ആലോചിച്ച് തോന്നി ഈ വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു കറക്റ്റ് ആവും. ദേഹിയില്ല ദേഹിക്കിപ്പോൾ ദാഹമില്ല, അതായത് ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് കാര്യമില്ല. ദേഹം എന്നുള്ളതിനെ ദേഹി എന്നതിലേക്ക് വരും. മറ്റേ വീടും ദേഹി എന്ന് പറഞ്ഞാൽ ദേഹി തന്നെയാണ്. അപ്പൊ ദേഹിയില്ല ദേഹിക്കിപ്പോൾ ദാഹമില്ല എന്ന് പറയുമ്പോൾ ആത്മാവില്ല ശരീരം കൊണ്ട് കാര്യമില്ല. ഇവിടെ ഞാൻ ഇതേ കാര്യം എൻ്റെ വിമർശകരോട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തുകൊണ്ട്? ഞാൻ സാഹിത്യം ഉപയോഗിക്കുമ്പോഴാണ്. ഇതാണ് എൻ്റെ പല വിമർശകരോട് ചോദിക്കേണ്ടത്. അംഗനവാടിയിലെ ടീച്ചർ എന്ന് പറഞ്ഞ പാട്ടിന്റെ സാഹിത്യം കുറഞ്ഞു എന്തൊരു പൊട്ടത്തരമാണ് ഇവർ ചോദിക്കുന്നതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. കാരണം വെച്ചാൽ 3 വയസ്സിലായാലും അംഗനവാടി പോകുന്ന കുട്ടികൾ അത്ര 3 വയസ്സിൽ 3 വയസ്സുള്ള കുട്ടികൾ എന്ത് സാഹിത്യമാണ് പറയാ? ഒരല്പം ഒരു 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് ചിന്തിച്ചു നോക്കുക. അപ്പൊ അവർ പറഞ്ഞത് മലയാള സാഹിത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കവികളൊക്കെ 4 ലെവലിലാണ്. അതാണ് എനിക്കതിലൊന്നും അഭിപ്രായമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ, അവിടെയാണ് ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ അനുസരിച്ചേ വരുള്ളൂ. അതിനാണ് നിങ്ങൾ ഡാൻസ് നോക്കും. ഞങ്ങളുടെ സ്വാഭാവികമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം, നിങ്ങളെല്ലാവരും ഒരേപോലെ ഡാൻസ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരിക്കലും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യും. അതായത് എൻ്റെ സിനിമയിലെ ഫുൾ ഡാൻസ് ഓരോ ടൈമിലും ഞാൻ അല്ലാണ്ട് പറഞ്ഞതല്ലേ സ്വഭാവികമായിട്ട് ചെയ്താൽ മതി. ഹെവി സ്റ്റെപ്സ് ഒന്നും വേണ്ട. അപ്പോഴാണ് സ്വാഭാവികത കിട്ടുള്ളൂ. നമ്മൾ ഹെവി സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിന് ഇതിന്റെ സംഘടനം ഞാൻ സ്പെസിഫൈ ചെയ്യാണ്. ഇതിന്റെ സംഘടനം എന്നൊന്നും പറയാനില്ല, സാധാരണമായിട്ടുള്ള ഇതൊക്കെയുള്ളൂ. പക്ഷെ ആ സംഘടനകളൊക്കെ തന്നെയും ഭൂമിയിലെ ഒരു മനുഷ്യനെ ഒരാൾ റൂട്ടിലിട്ട് ആക്രമിച്ചാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുക? അതുപോലെയാണ്. നമുക്ക് എക്സ്ട്രാ പവർ ഒന്നുമില്ല. നമുക്ക് ഒറ്റയടിക്ക് 10 ആളെ ഇടിച്ചു വീഴ്ത്താനുള്ള കഴിവൊന്നും എൻ്റെ സിനിമയിലെ നായകനെ നയിക്കില്ല. അതേപോലെ ഈ 8 പാട്ടുകളും കോഴിക്കോട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല അത് പറയുമ്പോൾ. സാറ് കളവ് പറയുമ്പോൾ അതെ അതെ അതെ. അവിടെയാണ് ഞാനെടുത്ത ഒരു സ്ഥലവും ഇന്നേ ഒരു സായിപ്പും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മേ ബി ഈ സിനിമ ഹിറ്റായാൽ ചിലപ്പോൾ ആളുകൾ ചോദിച്ചു വരാം ഇത് എവിടെയാ സ്ഥലം. അതാണ് എനിക്ക് ഏറ്റവും തമാശ വെച്ചാൽ കോഴിക്കോട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല കോഴിക്കോട് ഇങ്ങനത്തെ സ്ഥലമുണ്ട്. എന്നോട് ചോദിക്കാൻ സന്തോഷമായിട്ടാ ഗോകുലനാഥനായ കള്ളക്കണ്ണൻ എന്നുള്ളത് നിങ്ങൾ കർണാടകയിൽ നിന്ന് എടുത്ത് സത്യം പറ. എനിക്കെന്തിനെ കളവ് പറയണം? ഇതിലെ 8 പാട്ടിൽ അതേപോലെ തന്നെ രാത്രി ശിവരാത്രി കോഴിക്കോട് നടത്തുന്ന ആളുകൾ രാത്രി ശിവരാത്രി അതൊരു ഹിൽ സ്റ്റേഷൻ. ഇത് കോഴിക്കോടാണ്. താങ്കളുടെ സിനിമയിലെ പാട്ടുകൾ കേട്ട് ഫോൺ ചെയ്യുന്നതിൽ പെൺകുട്ടികളുണ്ടോ? യഥാർത്ഥത്തിൽ രാത്രി ശിവരാത്രി അംഗനവാടിയിലെ ടീച്ചറെ 2 ഗാനങ്ങൾ ഇപ്പോൾ 2 മാസമായിട്ട് യൂട്യൂബിലുണ്ട്. അത് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു അപൂർവമായി വിളിക്കുന്ന പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 10-15 ഇത്രയും കാലമായിട്ട് വിളിച്ചിട്ടുണ്ടാവും. അത്രയും പറയാനുള്ളൂ. അതിൽ തന്നെ കുറച്ച് പേര് വിമർശിച്ച് വിളിച്ചിരുന്നു. ചില ആളുകൾ എനിക്ക് ആ പാട്ട് മൊത്തം പാടി തന്നിരുന്നു. സാർ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പുതുതായിട്ട് വന്ന 5 വീഡിയോയിൽ ഈ ഗോകുലനാഥനായി കള്ളക്കണ്ണൻ ഞാൻ മനസ്സിലാക്കിയതാണ്. ദേഹിയില്ല ദേഹിക്കിപ്പോൾ ദാഹമില്ല. ഈ ഗോകുലനാഥനെ കള്ളക്കണ്ണൻ എന്നുള്ളത് 2 ദിവസത്തിനിടയിൽ 20,000 ആളുകൾ വ്യൂ ചെയ്തതാണ്. അപ്പൊ ഈ ഗോകുലനാഥൻ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ പിരിഞ്ഞു. ഈ സെക്കൻഡ് സെക്ഷനിൽ ഈ രാത്രി ശിവരാത്രിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പൊ വന്ന ഒരു പെൺകുട്ടി പോലും ഇപ്പൊ വന്ന ഫോൺ ചെയ്താൽ ഒരു കുട്ടി പോലും വിമർശിച്ച് ഉണ്ടായിട്ടില്ല. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാണിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. ഗോപികമാരുടെ ചിലകളൊക്കെയും അടിച്ചു മതി കുഞ്ഞിക്കണ്ണൻ. കൃഷ്ണ കൃഷ്ണ കുഞ്ഞികൃഷ്ണ ബാലനല്ലേ നിരാധേ കൃഷ്ണ. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി ശിവരാത്രി
ഈ 2 മാസം കൊണ്ട് 25 ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ടത്. ഈ 25 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ട് എനിക്ക് വന്ന മൊത്തം ഫോണിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുടെ സൈഡിലാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ ചെക്കന്മാരാണ് കൂടുതൽ വിളിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പെർ ഡേ എനിക്കിപ്പോൾ വരുന്നുണ്ട്. മാത്രമല്ല കുറേ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അഭിനയിക്കാനുള്ള താല്പര്യമായിട്ടും അവരെ ഡാൻസ് ട്രൂപ്പിൽ ഞങ്ങൾക്ക് അടുത്തതിൽ സാറിനത് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് പഠനം വിളിച്ചിട്ടുണ്ട്. എന്തായാലും സാറിന്റെ ഗാനങ്ങൾ കേരളക്കരയാകെ നെഞ്ചിലേറ്റിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ശരിക്കും അതിൻ്റെ 2 അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 6 മാസം മുമ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പോകുമ്പോൾ 3 ഭാഷയിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്കിപ്പോൾ പ്രശസ്തി നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 100ഓളം പുതിയ ആളുകളെ വെച്ചൊരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഒരു തമിഴിൽ യഥാർത്ഥത്തിൽ തമിഴിൽ ഈ സിനിമ റിലീസ് ചെയ്ത് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം വെച്ചാൽ അവിടെ ഇങ്ങനൊരു ട്രെൻഡുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡില്ല. പുതിയ ആളുകളുടെ സിനിമ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ എൻ്റെ കൃഷ്ണൻ്റെ ആദ്യം ഒരു ഹിറ്റ് ആയാൽ എനിക്കൊരു അപൂർവ റെക്കോർഡ് കിട്ടും. ഇവിടെ പുതിയ ആളുകളുടെ സിനിമ ഹിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകരാണ് അത് ചെയ്തിരുന്നത്. ഇപ്പൊ തന്നെ ഫാസിൽ സാർ, കമൽ സാർ, അവരുടെയൊക്കെ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. പുതിയ ആളുകൾ. പക്ഷെ പുതിയ ആളുകളാകുമ്പോൾ പോലും അതിലും കുറച്ചൊക്കെ അറിയപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേസമയം പുതിയൊരു സംവിധായകൻ ജീവിതത്തിൽ ആയുസ്സിൽ ആദ്യമായി ക്യാമറ കാണുന്ന കുറച്ച് ആളുകളെ വെച്ചിട്ട് ഒരു സിനിമ ഇവിടെ ഒരാഴ്ച ഓടിയ ചരിത്രം കേരള ചരിത്രത്തിലില്ല. അപ്പൊ ഈ കൃഷ്ണൻ അത് ഹിറ്റ് ആവുകയാണ് എന്നെ സംബന്ധിച്ചോളം ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു സിനിമ പോലും ഇന്നവരെ കേരളത്തിൽ ചരിത്രം ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. അപ്പൊ കിട്ടുകയാണെങ്കിൽ വലിയൊരു കിട്ടലാണ്. പോയാൽ പോട്ടെ, ഞാൻ വിചാരിച്ചു. പക്ഷെ 6 മാസത്തിന് മുമ്പ് ഞാൻ എന്ത് ചിന്തിച്ചോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇപ്പൊ 6 മാസത്തിന് ശേഷം എൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ അതിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഒരു തരംഗം ഉണ്ടാക്കി പോയി. ഞാൻ കേട്ടത് പല കോളേജുകളിലും സാറിന്റെ പാട്ടുകൾ പാടുന്നുണ്ട്, ഗാനമേളകളിൽ. തീർച്ചയായിട്ടും ഈ കോളേജുകളിൽ മാത്രമല്ല, ഇപ്പോ പല റിയാലിറ്റി ഷോയിലും കൃഷ്ണനാഥ് റിലീസ് ആയിട്ടില്ല. അപ്പോഴേക്ക് എന്നെ എത്രയോ പേര്, ഞാൻ പറഞ്ഞാൽ റിയാലിറ്റി ഷോകളിൽ പല പാട്ടുകൾ വരാറുണ്ട്. അതേസമയം അതൊക്കെ ഇറങ്ങിയ പാട്ടുകളല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഇറങ്ങുന്നതിന് മുമ്പ് വരുന്നത്. അപ്പൊ അതിലും എനിക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട്. പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മമ്മമ്മ മായാവി എന്നുള്ള സോങ്ങാണ്. അപ്പോൾ രാത്രി ശിവരാത്രിയുടെ റെക്കോർഡ് ഗോകുലനാഥൻ തകർക്കും എന്നുള്ളതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കാരണം അവർക്ക് കുറേ കൂടെ ഇത് കിട്ടും. കാരണം ഇനീഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടും. പിന്നെ എല്ലാ സോങ്ങിനും ഇനീഷ്യൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 4,90,000 റിസൾട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് പോയി ഇത് കണ്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സത്യം ഉണ്ടോ എന്ന് മനസ്സിലാവും. അപ്പം ശരിക്കും പറഞ്ഞാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പോലും റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ അവരെക്കാൾ മുകളിൽ എത്തിയതൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. എനിവേ കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്നെ സംബന്ധിച്ച് ഞാൻ 2 എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.